എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ അപർണ സായർ ആരോഗ്യം. നമ്മളെ പലരും നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് കൃത്യമായിട്ട് മലശോധന ഇല്ലാതിരിക്കുക എന്നുള്ളത്, അല്ലേ? രാവിലെ എഴുന്നേറ്റ ഉടനെ സ്വാഭാവികമായിട്ടും മലശോധന ചെയ്യാനുള്ള സെൻസേഷൻ നമുക്ക് വരേണ്ടതാണ്. എത്ര നേരം ഇങ്ങനെ പുറത്ത് തള്ളപ്പെടേണ്ട വേസ്റ്റ് കളയാതിരിക്കുന്നു അത്രയധികം നമുക്ക് പ്രയാസമുണ്ടാകുന്നു. അഷ്ടാംഗഹൃദയത്തിൽ രോഗാനുത്പാദനീയം അഥവാ പ്രിവെൻഷൻ ഓഫ് ഡിസീസ് എന്നുള്ള അധ്യായത്തിൽ ധാരണീയ വേഗങ്ങളെക്കുറിച്ചിട്ടും അധാരണീയ വേഗങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. വേഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ഏർജസ് ആണ്. അതായത് ഇപ്പോൾ നമുക്ക് മൂത്രമൊഴിക്കാൻ തോന്നുന്നത്, മലശോധന ചെയ്യാൻ തോന്നുന്നത്, നമുക്ക് തുമ്മാൻ തോന്നുന്നത്, ദഹിക്കുന്നത്, ഇതൊക്കെയാണ് നമ്മുടെ നാച്ചുറൽ ഏർജസ്. നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് അധാരണീയ വേഗം അഥവാ ധരിക്കേണ്ടാത്ത വേഗങ്ങളെ കുറിച്ചിട്ടാണ്. വേഗാന്ന ധാരയേത് വാദ വിന്മൂത്ര ക്ഷവ തൃക്ഷുതാം ഇന്ദ്രാകാശ ശ്രമശ്വാസ ജൃംബാസു ഛർദിരേതസം എന്നിങ്ങനെ 13 തരത്തിൽ അധാരണീയ വേഗങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് വിട്ട് ഓർ ഷഗർ അഥവാ മലശോധന കൃത്യമായിട്ടില്ലാതെ വരുമ്പോൾ അല്ലെങ്കിൽ മലശോധന തടയുമ്പോൾ ഉണ്ടാവുന്ന പ്രയാസങ്ങളെ കുറിച്ചിട്ടാണ്. ശകൃതഃ പിണ്ഡികോദ്വേഷ്ട പ്രതിശായ ശിരോരുചഃ ഊർധവായു പരീകർത്തോ ഹൃദയസ്യ ഉപരോധന മുഖേന വിട് പ്രവർത്തിച്ച പൂർവോക്തശ്ചാമയാ സ്മൃതാഹ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ മലശോധന കൃത്യമായിട്ട് ഇല്ലാതെ വരുമ്പോൾ അല്ലെങ്കിൽ അത് ധാരണം ചെയ്യുമ്പോൾ എന്തൊക്കെ ഉണ്ടാവുന്നു? പിണ്ടികോത് കാഫ് മസിൽസ് നമുക്ക് ഉരുണ്ട് കഴിച്ച് കയറുന്നതായിട്ട് അനുഭവപ്പെടാം, മൂക്കൊലിപ്പുണ്ടാവാം, നല്ല തലവേദന അനുഭവപ്പെടാം, അതുപോലെ തന്നെ ബെൽച്ചിങ്, ഏമ്പക്കം, ഊർധവായു ഇങ്ങനെ എപ്പോഴും വന്നുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഹൃദയസുബരം, നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്ത് നമുക്കൊരു കനം പോലെ തോന്നാം, ഒരു അസ്വസ്ഥത വേദനയൊക്കെ നമുക്ക് തോന്നാം. അതുപോലെ പരികർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മലം പോകുന്ന ഭാഗത്ത് ഇപ്പോൾ കോൺസ്റ്റിപ്പേറ്റഡ് ഒക്കെ ആയിട്ടായിട്ട് നല്ല കട്ടിയുള്ള മലയായിട്ട് പോകുമ്പോൾ അവിടെ പോയി അവിടുത്തെ മ്യൂക്കോസയൊക്കെ ക്രാക്ക് വരും. അപ്പോൾ നമുക്ക് അവിടെ ഒരു നീറ്റിലോട് കൂടിയ വേദന അനുഭവപ്പെടാം. പിന്നെ മുഖേന വിട്ട് പ്രവർത്തിച്ച, അതായത് നമ്മുടെ വായിൻ്റെ ഉള്ളിൽ ഒരു ഫൗൾ സ്മെൽ ഉണ്ടാവും. അത് ആ വ്യക്തിക്ക് തോന്നില്ല, മറിച്ച് ആ വ്യക്തിയായിട്ട് സമ്പർക്കപ്പെടുന്ന ആളുകൾക്കാണ് അത് ഫീൽ ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളുണ്ടാവും. അതുപോലെ തന്നെ അധോവാദം, അതായത് നമ്മുടെ കീഴ്വായുവിനെ ഉപരോധം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് ലക്ഷണങ്ങളും കൂടെ പറയുന്നുണ്ട്. അതുകൂടെ ഇതിൻ്റെ കൂടെ വരും. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കൊരു തലവേദന വരുന്നു, അതുപോലെ കാലിൽ മസിൽസ് കഴിച്ച് പൊട്ടുന്ന പോലെ വേദന തോന്നാം, മൂക്കൊലിപ്പ് ഉണ്ടാവാം, അതുപോലെ തന്നെ വെറുതെ ഏമ്പക്കം ഉണ്ടാവുന്നത്, നെഞ്ചിലൊരു കനം പോലെ തോന്നുന്നത്, വായിലൊരു പൊട്ട മണം അല്ലെങ്കിൽ ഒരു ഫൗൾ സ്മെല്ല് തോന്നുന്നത്, ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ സിംറ്റത്തിന് പോയി ചികിത്സിക്കുന്നതിനേക്കാൾ ഉപരി വയറിൻ്റെ ആരോഗ്യം എങ്ങനെയുണ്ട്, മലശോധന പ്രോപ്പറാണോ എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, അല്ലേ? അപ്പോൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് വയറ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതിൽ നാം കഴിക്കുന്ന ആഹാരവും പാനീയങ്ങളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗട്ട് ബ്രെയിൻ ആക്സസ്, ഗട്ട് ലിവർ ആക്സസ്, ഗട്ട് ലങ് ആക്സസ് എന്നൊക്കെ നമ്മുടെ മോഡേൺ പറയുന്നുണ്ട്. അതിനും എത്രയോ മുമ്പ് തന്നെ നമ്മുടെ ശാസ്ത്രത്തിൽ ഈ വയറിൻ്റെ പ്രാധാന്യവും ഇതര ശരീരഭാഗങ്ങളിലുള്ള അതിൻ്റെ പ്രാധാന്യവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത്തരത്തിലൊക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ ആഹാരം തന്നെയാണ് ഔഷധം. വളരെ ശ്രദ്ധയോടുകൂടെ കഴിക്കാൻ, എന്താ പറയുക, ലഘുവായിട്ടുള്ളതും ദഹിക്കാൻ എളുപ്പമായിട്ടുള്ളതും കൂടുതൽ ജലാംശം നിറഞ്ഞതായിട്ടുള്ള ആഹാരങ്ങളൊക്കെ നമ്മൾ കഴിക്കുക. കഠിനമായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങളൊക്കെ ഒഴിവാക്കാൻ നോക്കുക. അങ്ങനെയൊക്കെ ഒരു ശ്രദ്ധ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.